Hi, good morning. Welcome to GK class. First standard GK 10th chapter നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേജ് നമ്പർ 32 and 33 ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാലോ? നമുക്കൊരു പിക്ചർ ടോക്ക് ആവാം അല്ലേ? ഇവിടുത്തെ പിക്ചർ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? What can you see there? എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? അവിടെ കുറേ വെഹിക്കിൾസ് ഉണ്ട്. മെട്രോ സ്റ്റേഷൻ കാണാം അല്ലെ? മെട്രോ ട്രാക്ക് കാണാം ആൻഡ് കുറെ ട്രീസ് കാണാം ആൻഡ് എയർപോർട്ട് കാണാം, വലിയ വലിയ ബിൽഡിങ്സ് കാണാം, ടവർ കാണാം, ദെൻ കുറെ നല്ല വലിയ ബിൽഡിങ്സ്, ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെന്റ്സ്, അങ്ങനെ എന്തൊക്കെയോ ഫാക്ടറി എന്നൊന്നുമില്ല, പുക അല്ലേ? ദിസ് ടൗൺ അല്ലേ? ഇതൊരു ടൗൺ ആണ്. ആൻഡ് എയർപോർട്ട്, പിന്നെ റോഡിൽ എന്താണ് ട്രാഫിക്, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണുന്നത്. ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈൻസ്, ഇതൊക്കെയാണ് അവിടെ ഉള്ളത് ആ സിറ്റിയിൽ കാണുന്നത്. വാട്ട് ഈസ് സിറ്റി? എന്താണ് സിറ്റി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ജീവിക്കുന്നത് സിറ്റിയിലാണോ? അല്ല, നമ്മളൊക്കെ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് അല്ലെ? ചില ഗ്രാമങ്ങളിൽ താമസിക്കുന്ന നമുക്ക് സിറ്റിയെ കുറിച്ച് അറിയാമോ? അറിയാം, ബിക്കോസ് നമ്മൾ സിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കൊരു സിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുക? എന്താണ് ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക? സിറ്റിയുടെ സ്പെഷ്യാലിറ്റി ഈ കണ്ടതൊക്കെയാണ്. വലിയ വലിയ റോഡുകൾ, അവിടെ മെട്രോ റെയിൽവേ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ പാലം പോലെ ഒന്ന് കെട്ടിയിട്ട് ആ പാലത്തിന് മുകളിലൂടെ എന്ത് പോയിക്കൊണ്ടിരിക്കും? ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും. ആ ട്രെയിൻ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. കൊച്ചിയിലൊക്കെ പോയാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മെട്രോ കാണാൻ സാധിക്കും. മെട്രോയിൽ കയറി നമുക്ക് ട്രാവൽ ചെയ്യാനും സാധിക്കും. ആൻഡ് എന്താണ്? പുക പുറത്തു വിടാത്ത എഞ്ചിനാണ് അവയ്ക്കുള്ളത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചല്ലേ അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്യൂവൽ യൂസ് ചെയ്യുന്നില്ല. മറ്റ് ഫ്യൂവൽസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൽ എന്ത് വേണ്ട? പുറത്തോട്ട് വിടുന്ന പുക എന്ന് പറയുന്ന സാധനമല്ല. പക്ഷെ നമ്മുടെ മറ്റ് വെഹിക്കിൾസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വെഹിക്കിളാണ് കാണുന്നത്? കാർ കാണാം, ഓട്ടോ കാണാം, ജീപ്പ് കാണാം, ബസ് കാണാം. മോട്ടോർ ബൈക്സ് അവിടെ കാണാനില്ല, പക്ഷെ മോട്ടോർ ബൈക്സും ഈ റോഡിലൂടെ പോകുമായിരിക്കണം, കാരണം അത്രയും വലിയ റോഡാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ മോട്ടോർ ബൈക്സ് ഒക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൂടെ ബാക്കിലൂടെ പുക വരുന്നത് കണ്ടിട്ടുണ്ടോ? കറുത്ത പുക ഇങ്ങനെ വരും അല്ലെ? ഇത് നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ സ്പ്രെഡ് ആവും, നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ സ്പ്രെഡ് ആവും. അത് നമ്മൾ ശ്വസിക്കും. നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഓക്സിജൻ ആണ് വേണ്ടത്. മറ്റ് വായു നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ മാത്രമാണ്. ഈ ഓക്സിജനിൽ ആര് മിക്സ് ആവും? ഈ പൊല്യൂട്ടഡ് എയർ മിക്സ് ആവും. ഇത് നമ്മുടെ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കും. ഈ പൊല്യൂട്ടഡ് എയർ ഡയറക്റ്റ് എങ്ങോട്ട് പോവും? നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോകും, ലങ്സിലോട്ട് പോകും. അങ്ങനെ ലങ്സിൽ പോകുമ്പോൾ അവിടെ ക്ലീനിങ്ങിനുള്ള പ്രോസസ് ഒക്കെ ഉണ്ട്. എങ്കിലും അതെന്താണ്? ഒരുപാട് പോകുന്നത് നമ്മുടെ ശ്വാസകോശത്തെ പല അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ ലങ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരുപാട് അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തും, വെൽക്കം ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമുക്ക് വളരെ ദോഷമാണ്. അത് മാത്രമാണോ ദോഷം? അല്ല, ഈ പുക മറ്റ് ജീവജാലങ്ങളെയും ബാധിക്കും. നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ്, അതർ അനിമൽസിനെയും അത് ബാധിക്കുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നു? അനിമൽസിനെ മാത്രമല്ല, നമ്മളുടെ ആകാശം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ എർത്ത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ്. ഈ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിന് മുകളിലുള്ള O3 എന്ന് പറയുന്ന ഓക്സിജന്റെ 3 ആറ്റങ്ങൾ ചേർന്നുണ്ടാവുന്ന ഓസോണിനാലാണ്. ഓസോൺ പാളിന്റെ അടിയിലാണ് അല്ലെങ്കിൽ ഉള്ളിലാണ് നമ്മളുള്ളത്. ഓക്കെ, നമ്മളെ ഒരു കൊട പോലെ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നു? ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ ഓസോൺ ലെയറിനുള്ളിലൂടെ എന്തൊക്കെ കടന്നു വരാം? അതിൽ വല്ല ക്രാക്സ് ഉണ്ടെങ്കിൽ അതിലൂടെ അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്ന UV റേസ് വരാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ശരീരത്തെയും വളരെയധികം ദോഷമായിട്ട് ബാധിക്കുന്ന ചില റേസ് ആണ്. അത് സണ്ണിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത് അവിടുന്ന് ഡയറക്റ്റ് വരുന്നതിനെ തടഞ്ഞു നിർത്തി റിഫ്ലക്ട് ചെയ്ത് പറഞ്ഞു വിടുന്ന ആരാന്നറിയാമോ? നമ്മുടെ ഈ പറയുന്ന ഓസോൺ ലെയർ അഥവാ ഓസോൺ പാളിയാണ്. ആ പാളിയിൽ ഓട്ട വീഴാൻ ആര് കാരണമാവും? ഈ പറയുന്ന പുക കാരണമാവും, ആ സ്മോക്ക് കാരണമാവും. അപ്പൊ എന്ത് നന്നല്ല, ഈ പുക നല്ലതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് പാടെ വാഹനങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ? വാഹനം ഉപേക്ഷിച്ചാൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യും? നമുക്ക് ഒരുപാട് ദൂരം പോകണം. ഇപ്പൊ നമ്മൾ കൊച്ചിയിലോട്ട് പോവുകയാണ്. കൊച്ചിയിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ബസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കാർ യൂസ് ചെയ്യണം, 2 വീലർ യൂസ് ചെയ്യണം, ട്രെയിൻ യൂസ് ചെയ്യണം, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ദൂരങ്ങളിലോട്ട് പോകുമ്പോൾ മാക്സിമം ട്രെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? മെട്രോ ട്രെയിൻ നമുക്ക് അത്ര അവൈലബിൾ അല്ല. നമുക്ക് പെട്ടെന്ന് എത്താൻ ട്രെയിൻ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബസ് ഉപയോഗിക്കാം. അങ്ങനെ കുറെ വേസ് ഉണ്ട്. പക്ഷേ അതിലൊക്കെ എന്തുണ്ട്? പുകയുണ്ട്. പക്ഷെ കൊച്ചിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാൻ അത്യാവശ്യം, ഷോർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ഒക്കെ കവർ ചെയ്ത് ട്രാവൽ ചെയ്യാൻ മെട്രോ ഉണ്ട്. മെട്രോയ്ക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ
കുറച്ച് കാശ് കൊടുക്കേണ്ടി വരുമെങ്കിലും പുക പുറത്തോട്ട് വിടുന്നില്ല. മാത്രമല്ല അവിടുത്തെ തിരക്ക് കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം പോസിബിൾ ആയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനും പുക, അതായത് നമ്മുടെ ഈ പൊല്യൂഷൻ കുറയ്ക്കാനും ഒക്കെ ആ മെട്രോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ ഫ്യൂവൽ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന, പുക പുറത്തോട്ട് വിടാതെ വർക്ക് ചെയ്യുന്ന വാഹനം എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്? സൈക്കിളാണുള്ളത്. നമുക്ക് നമ്മളുടെ അടുത്തുള്ള, നിങ്ങളെന്നല്ല നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മറ്റു കൂട്ടുകാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ഡിസ്റ്റൻസിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നും പേഴ്സണലായിട്ട് നമുക്കുള്ള വാഹനങ്ങൾ തന്നെ എടുത്തു പോകണമെന്നില്ല. 2 വീലർ ഉപയോഗിച്ച് പോകണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എന്ത് ചെയ്യാം? സൈക്കിൾ ഉപയോഗിക്കാം. പക്ഷെ ആരും ഇപ്പൊ സൈക്കിൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. സൈക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ പൊല്യൂഷൻ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. കാരണം ഇവിടെ കാണുന്ന ബസ്സുകളും ട്രെയിൻ ആയിക്കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം പ്രൈവറ്റ് വെഹിക്കിൾസ് അല്ല, ചിലത് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടെയാണ്. പിന്നെ നോക്കൂ, നമ്മൾക്ക് സഞ്ചരിക്കാൻ നമുക്ക് റോഡ് മാത്രമല്ല ഉള്ളതെന്ന് ബോധ്യമാകാനാണ് അവിടെ ആരുള്ളത്? ഫ്ലൈറ്റും മറ്റുമൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? എയർപോർട്ടിൽ കാണുന്നില്ലേ? യെസ്, ബിക്കോസ് നമുക്ക് വായു മുഖേന, എയർ മുഖേനയും എന്ത് ചെയ്യാൻ സാധിക്കും? ട്രാവൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് എയറിലൂടെയും റോഡിലൂടെയും മാത്രമാണോ പറ്റുക? അല്ല, വാട്ടറിലൂടെയും നമുക്ക് ട്രാവൽ ചെയ്യാം. അതിന് ബോട്ട് പോലുള്ള മറ്റ് വാഹനങ്ങളുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് 3 വഴിയിലൂടെയും യാത്ര സാധ്യമാണ്. ആൻഡ് ഈ മലിനീകരണം നമ്മളുടെ ഇപ്പൊ മലിനീകരണത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. മലിനീകരണം നമ്മളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ചൂട് കൂടാനും ഒക്കെ കാരണമാവുന്നത് ഈ മലിനീകരണത്തിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. അത് പിന്നീട് ഹൗള് വീഴുമ്പോൾ അതിൽ നിന്ന് വരുന്ന റേസിന്റെ അളവ് കൂടുന്നു. പിന്നെ അന്തരീക്ഷത്തിലെ പല ഇതുകളും നശിച്ചു പോകുന്നു. ജൈവമായിട്ടുള്ള കുറെ ഘടകങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നു. മരങ്ങൾ കുറവാകുന്നു, ചൂട് കൂടുന്നു. അങ്ങനെ പല കാരണങ്ങളിലേക്കും ഇത് വഴിവെക്കും. അങ്ങനെ ചൂട് കൂടുന്നതും മരമില്ലാതാവുന്നതും ഒക്കെ വാട്ടറിന്റെ അളവ് കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാട്ടറിന്റെ അളവ് കുറയും. നമ്മുടെ ബോവെൽസിലും വെൽസിലും പൈപ്സിലും ഒന്നും വെള്ളമില്ലാതാവും, പുഴകളിൽ വെള്ളമില്ലാതാവും. അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനൊക്കെ പുറകിലുണ്ട്. അപ്പൊ ടൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ചേർന്നതാണ്. വലിയ വലിയ കെട്ടിടങ്ങളും നഗരങ്ങളും, അവിടെ പല 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 കെട്ടിടങ്ങൾ ഉണ്ടാവും. ഫ്ലാറ്റ് മാത്രമല്ല, ഫാക്ടറീസ് ഉണ്ടാവും, വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, ടവർ ഉണ്ടാവും, മെട്രോ ഉണ്ടാവും, ഹൈവേസ് ഉണ്ടാവും. അവിടെ പലതരം വെഹിക്കിൾസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പൊല്യൂഷൻ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വ്യത്യസ്തമാണ് എന്ത് സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പല വേരിയസ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ഉണ്ടാവും. ആൻഡ് നമുക്ക് അതിലൊക്കെ ട്രാവൽ ചെയ്യാം. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതെന്താണ്? ട്രാഫിക് റൂൾസ് ആണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചില ലോസ് ഫോളോ ചെയ്യണം. അതിനെ എന്ത് പറയും? റൂൾസ് ഫോളോ ചെയ്യണം. അതിനെ ട്രാഫിക് റൂൾസ് എന്ന് പറയും. ട്രാഫിക് റൂൾസ് അനുസരിച്ച് വേണം ഓരോ പേഴ്സണും വണ്ടി ഓടിക്കാൻ. വണ്ടി നിർത്തേണ്ട അവിടെ നിർത്തണം, സിഗ്നൽസ് യൂസ് ചെയ്യേണ്ട അവിടെ സിഗ്നൽസ് യൂസ് ചെയ്യണം, കൈ കാണിക്കേണ്ട അവിടെ കൈ കാണിക്കണം. ആൻഡ് കയ്യിൽ എന്തുണ്ടായിരിക്കണം? ലൈസൻസും ബുക്കിന്റെ പേപ്പറും ബുക്കും ഒക്കെ ഉണ്ടായിരിക്കണം വണ്ടിയുടെ. അങ്ങനെ കുറേ റൂൾസ് എന്തിനുണ്ട്? ട്രാവൽ ചെയ്യുന്നതിന്, സ്വന്തമായി വണ്ടി ഓടിക്കുന്നതിനുമുണ്ട്. ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. ആൻഡ് സിഗ്നൽ കാണുമ്പോൾ നിർത്തേണ്ട അടുത്ത് നിർത്തണം. സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാവൂ. സ്പീഡ് കുറയ്ക്കേണ്ട അടുത്ത് കുറയ്ക്കണം. കൂട്ടേണ്ട അടുത്ത് കൂട്ടണമെന്നല്ല, സ്പീഡ് ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അതുവരെ ഉപയോഗിക്കാം. ആൻഡ് എന്ത് ചെയ്യണം? ചില സ്ഥലങ്ങളിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാകും സ്കൂൾ സോണാണ്, അല്ലെങ്കിൽ ഇന്ന സോണാണ്, അവിടെ ടേണിങ് കുറച്ച് ഡേഞ്ചറസ് ആണ് എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചും നോട്ടീസ് ചെയ്തും വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. ഈ സൈഡിലൂടെ, ഏത് സൈഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് അതിലൂടെ സഞ്ചരിക്കണം. ഈ ട്രാഫിക്കിനിടയിലൂടെ നമ്മൾ വാക്ക് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം നിങ്ങൾ ചെറുതായിട്ടെങ്കിലും അതിനെക്കുറിച്ച് റൂൾസ് എന്ന് പറയുന്നത് നമുക്ക് പാലിക്കാനുള്ളതാണെന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ടൗണിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൗണിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയുക. അതിൽ മനസ്സിലായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും തിരുത്തി തരും. കൂടുതൽ എന്തെങ്കിലും അവർക്കറിയാമെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ബൈ.